രക്ഷയും പാവനാത്മാവിൻ സഹവാസവും നമ്മോടൊത്തെന്നും ഉണ്ടായിടട്ടെ. ദൈവപിതാവിനു ആരാധന, ഈശോ മിശിഹായ്ക്ക് ആരാധന, പാവനാത്മാവിനു ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ദൈവപിതാവിനു ആരാധന, ഈശോ മിശിഹായ്ക്ക് ആരാധന, പാവനാത്മാവിനു ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നിത്യരക്ഷയെ അവഗണിക്കരുത്. നിത്യരക്ഷയെ അവഗണിക്കരുതെന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇവിടെ എന്തെല്ലാം നേടിയാലും, ഇവിടെ എന്തെല്ലാം ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും, എസ്റ്റേറ്റുകളുണ്ടെങ്കിലും, ജോലികളുണ്ടെങ്കിലും, ബാങ്ക് ഡിപ്പോസിറ്റുകളുണ്ടെങ്കിലും ഇതെല്ലാം ഇട്ടെറിഞ്ഞു പോകേണ്ട ഒരു ദിനം വരും. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എത്രമാത്രം നമ്മൾ ഇവിടെ എല്ലാം സുരക്ഷിതത്വം ഉറപ്പിക്കാം എന്ന് വിചാരിച്ചാലും ഇവിടെ നമ്മുടെ സുരക്ഷിതത്വം ഇല്ല. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ ഓർക്കുന്നൊരു സംഭവമുണ്ട്. ഞാൻ ഒരു പള്ളിയിൽ വികാരിയായിട്ട് ചെല്ലുമ്പോൾ ആദ്യത്തെ ഞായറാഴ്ച കുടുംബസമ്മേളനം നടന്നത് ഒരു ചേട്ടൻ്റെ വീട്ടിലാണ്. ആ ചേട്ടൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചേട്ടൻ ഗവൺമെൻറ് സർവീസിൽ വലിയൊരു ഉദ്യോഗസ്ഥനായിരുന്നു. മെക്കാനിക്കൽ എൻജിനീയറായിട്ട് കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പഠിച്ച് വലിയ ഉന്നതമായ ഒരു പോസ്റ്റിൽ ഇരുന്ന് അദ്ദേഹം റിട്ടയർ ചെയ്തിട്ടാണ് 10 വർഷം കഴിഞ്ഞ്. അപ്പോഴത്തേക്ക് നല്ല വയസ്സായി. ഇദ്ദേഹം പള്ളിയിൽ പോകില്ല, ഭാര്യയെ കൊണ്ടുപോയി വിടും, മക്കളെ വിടും. ഇദ്ദേഹം പള്ളിയിൽ പോയില്ല, ഒരു കാരണവശാലും പള്ളിയിൽ പോയില്ല. പള്ളിയിൽ പോകാൻ ഇഷ്ടമില്ല പുള്ളിക്ക്. ഇതൊക്കെ തട്ടിപ്പാന്നാണ് പുള്ളി പറയുന്നത്. എന്തായാലും ആദ്യത്തെ കുടുംബസമ്മേളനം പുള്ളിയുടെ വീട്ടിൽ വെച്ചായിരുന്നു. ചെന്നപ്പോൾ തന്നെ ഒരു ബൊക്ക തന്ന് എന്നെ സ്വീകരിച്ചു പുള്ളി. എന്തോ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു പുള്ളിക്ക്. ഞാനവിടെ ചെല്ലുന്നതിന് മുമ്പ് ചിലപ്പോൾ അന്വേഷിച്ചപ്പോഴായിരിക്കും അടുത്തൊരു പള്ളിയിൽ നിന്നാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. അതുകൊണ്ട് അറിയാവുന്നതുകൊണ്ടായിരിക്കാം എങ്ങനെയെങ്കിലും എന്നോട് ഭയങ്കര സ്നേഹമായി. ആ ഇടവക്കാർക്ക് മൊത്തം സ്നേഹമാണ്, ഈ ചേട്ടന് ഭയങ്കര സ്നേഹമായി. ഇദ്ദേഹം പിറ്റേ ദിവസം തൊട്ട് പള്ളി വരില്ല, പക്ഷേ ഒരു 11-11:30 സമയമാകുമ്പോൾ പുള്ളി ടൗണിൽ പോകും. അത് ടൗണിൽ പോകുന്നത് ലിക്കർ മേടിക്കാൻ വേണ്ടി പോകുന്നതാണ്. അങ്ങനെ ലിക്കറെല്ലാം മേടിച്ചിട്ട് തിരിച്ചു വരും. വരുന്ന വഴിക്ക് പുള്ളി അങ്ങനെ ആരോ പറഞ്ഞ് കേട്ടിട്ട് കടൽമുട്ടായി എനിക്കിഷ്ടമാണെന്ന് കണ്ട് ആരോ പറഞ്ഞ് കേട്ടിട്ട് പുള്ളി കടൽമുട്ടായി കൊണ്ട് വരുന്നു. ഹല്ലേലൂയ. കടൽമുട്ടായി മേടിച്ചു കൊണ്ടുവന്ന് വന്നൊരു 11-11:30 സമയത്ത് വന്നിട്ട് ഞാൻ മുറിയിലുണ്ടാവും. അന്നേരം വന്ന് കോളിംഗ് ബെൽ അടിച്ചു വന്ന് കയറി അത് തന്നു. അച്ഛാ സുഖമാണോ? അതെ. എന്നാൽ ഞാൻ പോവാമെന്ന് പറഞ്ഞ് പോകും. പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നല്ല പഴമൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ തുടങ്ങി. അങ്ങനെ ഈ എല്ലാ ദിവസവും വരും പുള്ളി. ഒരു 11-11:30 സമയത്ത് പുള്ളി എല്ലാ ദിവസവും വരും. പുള്ളിക്ക് എന്നോട് ഭയങ്കര സ്നേഹം. പക്ഷേ പുള്ളി കുർബാനയ്ക്ക് വരില്ല. അപ്പോൾ എന്തായാലും എനിക്ക് എന്നോട് മക്കൾ പറഞ്ഞ് ഈ പുള്ളി കുർബാനയ്ക്ക് വരില്ല. യൂണിറ്റുകാർ പറഞ്ഞു എന്തോ അച്ഛനോട് സ്നേഹമുണ്ട്, അതുകൊണ്ട് പുള്ളി ഇങ്ങനെ വരുന്നതെന്നൊക്കെ ആൾക്കാർ അറിയാൻ തുടങ്ങി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഇങ്ങനെ നല്ല അടുപ്പമായി കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിയോട് പറയാൻ തുടങ്ങി, ഇങ്ങനെ ചേട്ടാ ഉച്ച സമയത്താണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ടൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനെ ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ വേണ്ടി അങ്ങനെ പാത്രമൊക്കെ എടുത്ത് വെച്ചിരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, അന്ന് ഞാൻ ഈ പള്ളിയിൽ ആരാധനയൊക്കെ തുടങ്ങി. ഞാൻ എവിടെ ചെന്നാലും 1-2 ദിവസങ്ങൾ കഴിഞ്ഞാൽ ആരാധന തുടങ്ങും, പകൽ മുഴുവൻ. അങ്ങനെ ആരാധന തുടങ്ങുന്ന അങ്ങനെ ആരാധനയെല്ലാം തുടങ്ങി ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. 1 മാസം കഴിഞ്ഞ നേരം ഈ പുള്ളി എന്നോട് പറയുകയാണ്, അച്ഛാ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ തട്ടിപ്പച്ചാന്ന് പറഞ്ഞു. ഏത് അച്ഛൻ ഈ കാണിക്കുന്നതൊക്കെ തട്ടിപ്പ് പരിപാടിയാണ്. അതുകൊണ്ട് എന്നോട് പറഞ്ഞു ഇതൊന്നും കാര്യമില്ല, ഇതിൻ്റെ അകത്തൊന്നും കഴമ്പില്ല. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, ഹസ്തരേഖ കണ്ടോയെന്ന് ചോദിച്ചു. ഇതൊക്കെയാണ് ഹസ്തരേഖയാണ്, ഇതൊക്കെയാണ് സത്യം എന്ന് പറഞ്ഞു. ജ്യോതിഷം, ഹസ്തരേഖ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്യം. ജാതകം എഴുതുന്ന ഇതൊക്കെ സത്യമാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഇദ്ദേഹം ഞാനൊന്ന് എതിർക്കാൻ പോയില്ല. എതിർത്താൽ പുള്ളി പിറ്റേ ദിവസം തൊട്ട് വരില്ല. എതിർത്താൽ വരുമോ? ഒരു കാരണവശാലും വരില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പുള്ളി ജ്യോതിഷമാണ് അങ്ങനെ എല്ലാ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇതെല്ലാം സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് ചേട്ടാന്ന് പറഞ്ഞു. ജ്യോതിഷം നോക്കുന്ന നക്ഷത്രമൊക്കെ നോക്കിയിട്ടല്ലേ, ഇതെല്ലാം സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതൊക്കെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഏതാനും നാളുകൾ വീണ്ടും കടന്നുപോയി.
അപ്പോൾ ഈ മക്കളെല്ലാം ഭയങ്കര സ്നേഹമാണ്. മക്കൾ ഒരുത്തൻ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് ലോജിസ്റ്റിക്സ് എല്ലാം പഠിച്ച് ചെന്നൈ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചെന്നൈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോഴത്തേക്കും ഒരു 5-6 മാസം കഴിഞ്ഞു. നല്ല സ്നേഹമായി. പുള്ളി കുർബാനയ്ക്ക് വരില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുമില്ല, വരണമെന്ന് പറഞ്ഞിട്ടുമില്ല. വരണമെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് പുള്ളി എന്നോടുള്ള ബന്ധം കർട്ടയിൽ ചെയ്യും. ഇനി വരില്ല, അത് സ്റ്റോപ്പാക്കും. എനിക്കറിയാം. എന്നാൽ കാണുമ്പോൾ ഭയങ്കര സ്നേഹം. അങ്ങനെയല്ല. ഞാൻ ഇടയ്ക്ക് എനിക്കൊരു സൈക്കിളുണ്ടായിരുന്നു. അപ്പോൾ സൈക്കിളോട് ഞാൻ വീട്ടിൽ ചെല്ലും. വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ വീട് സന്ദർശനം പോകും. രാവിലെ വേറെ പ്രത്യേകിച്ച് പ്രോഗ്രാമും പരിപാടികളൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ കുർബാന കഴിയുമ്പം സൈക്കിളെടുത്ത് പോകും. അങ്ങനെ സൈക്കിൾ ഔട്ടുമാകും. ഒരു 10 വീട്ടുകാരെ പരിചയപ്പെടുകയും ചെയ്യാം. അങ്ങനെ വീടിൻ്റെ വാതിൽക്ക് ചെന്ന് കിണിയും അടിച്ചു കഴിഞ്ഞാൽ അവർ വന്നു അങ്ങനെ വേണ്ടിയും പറഞ്ഞും അങ്ങനെ കൊണ്ട് പോരും. അപ്പോൾ ഇങ്ങനെ ഈ വൈകുന്നേരം സന്ദർശനമായി അങ്ങനെ പുള്ളിയായിട്ട് ഭയങ്കര അടുപ്പമായി, മക്കളായിട്ട് അടുപ്പമായി. ഈ ചെന്നൈയിലുള്ള മകൻ ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച വൈകിട്ട് അവധിക്ക് വരികയാണ്. വന്ന് ഞായറാഴ്ച വൈകിട്ട് പോകും. അങ്ങനെ വന്ന് കല്ലട ബസ്സിന് വന്ന് എല്ലാൻറ്റി ബൈപ്പാസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എല്ലാൻറ്റി ബൈപ്പാസ് കോയമ്പത്തൂർ ടൗൺ കയറാതെ വരുന്ന ബൈപ്പാസാണ്. ആ ബൈപ്പാസിൽ വന്ന സമയത്ത് ഏതാണ്ട് പുലർച്ചെ ഒരു 3 മണി സമയത്ത് ഈ ബസ് ഒരു ഡിവൈഡർ തട്ടി, ഒരു ലോറിക്കിട്ട് തട്ടി, ഒരു 10-21 അടി താഴേക്ക് മൂക്കും കുത്തി ഇങ്ങനെ അങ്ങോട്ട് വീണു. ഈ ചേട്ടൻ്റെ മകൻ ഏറ്റവും ഫ്രണ്ടിൽ, ഡ്രൈവറുടെ നേരെ താഴെ ലെഫ്റ്റ് സൈഡിലുള്ള സീറ്റ് ഇരിക്കുക. ഈ ഫുട് റെസ്റ്റിൻ്റെയൊക്കെ സ്റ്റെപ്പിൻ്റെ നേരെ ഫ്രണ്ടിലുള്ളത്തേൽ ഇത് മൂക്കുകുത്തി പോയി. ഈ പുറകിൽ നിന്ന് ആൾക്കാർ മുഴുവൻ സീറ്റും മറിച്ചുകൊണ്ടൊക്കെ ഇങ്ങോട്ട് മുമ്പോട്ട് വന്ന് ഇവൻ ഇതിൻ്റെ അടിയിൽപ്പെട്ട് ഈ സ്റ്റെപ്പേ കുടുങ്ങിപ്പോയി. വേറെ ആർക്കൊന്നും പറ്റിയില്ല, ഇവന് മാത്രമേ പറ്റുള്ളൂ. ഇവൻ നോക്കുമ്പോൾ ഇവനെ ഏറ്റിട്ട് നടക്കാൻ പറ്റില്ല. ഭയങ്കര എല്ലാവരും പിന്നെ അടുത്ത ആൾക്കാർ ഓടിയെല്ലാം കൂടി പുറത്തൊക്കെ ചാടി ഓരോരുത്തരെയൊക്കെ വലിച്ചിറക്കി. അങ്ങനെ ഇവന് നടുവിന് ഭയങ്കര പ്രശ്നമായി, ഡിസ്കിന് കംപ്ലൈൻ്റായി. അപ്പോൾ ഭയങ്കര നടുവേദനയെല്ലാമായി. അങ്ങനെ തോന്നുന്നു ഡിസ്കിന് കംപ്ലൈൻറ്റ് തോന്നിയില്ല, വേദന ശക്തമായി. അങ്ങനെ അടുത്ത കല്ലട ബസ്സെ കയറ്റി ഇവനെ 5:30 കഴിഞ്ഞപ്പം വീട്ടിലെത്തി. വീട്ടിലെത്തി നേരം വെളുക്കുന്നതിന് മുന്നേ ഇവൻ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഇങ്ങനൊരു നല്ല നടുവേദന, ഒരു ആക്സിഡൻറ്റ്, രക്ഷപ്പെട്ടു, മരിക്കാതെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് അങ്ങനെ അവന് കണ്ടു, കിടക്കുകയാണ്. എന്തായാലും ഞായറാഴ്ച വൈകുന്നേരം ഇവൻ തിരിച്ചു പോയി. ഞായറാഴ്ച വൈകിട്ട് വേറൊരു കല്ലട ബസ്സിന് ചെന്ന് ചെന്നൈയിൽ രാവിലെ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ നോക്കിയിട്ട് ഇവന് ഇറങ്ങാൻ പറ്റില്ല, നടക്കാൻ പറ്റില്ല. അപ്പോൾ കമ്പനിക്കാർ ആംബുലൻസ് എല്ലാം കൊണ്ടുവന്ന് ഇവനെ അപ്പോളോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കിടത്തി. MRI എടുത്തപ്പോൾ 2 ഡിസ്ക് കംപ്ലൈൻ്റാണെന്ന് പറഞ്ഞു. 2 ഡിസ്ക് കംപ്ലൈൻ്റ്, ഓപ്പറേഷൻ വേണമെന്ന് ശക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ ഈ അപ്പനെ എന്നെ വിളിച്ചു, അച്ഛാ ഇങ്ങനെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇവന് 21 വയസ്സല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യരുത്, അവനെ അവിടെ നിർത്തണ്ട, നേരെ പാലക്കാട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ പാലക്കാട് വന്ന് ഒരു ഹോസ്പിറ്റലാക്കി. അവിടുത്തെ സർജനും ആൾക്കാരെല്ലാം നോക്കി വേറൊരു MRI എടുത്തു. അവരും പറഞ്ഞു ഇങ്ങനെ തന്നെ, സർജറി വേണം. അപ്പോൾ ഒരു തീരുമാനമെടുത്ത് സർജറി ഇല്ല, ഇവനെ ട്രാക്ഷൻ ഇട്ട് കിടത്താൻ തീരുമാനിച്ചു. അത് മതി ഡോക്ടർ എന്ന് പറഞ്ഞു. അങ്ങനെ ട്രാക്ഷൻ ഇട്ട് വീട്ടിൽ ആശുപത്രിയിൽ ഒരു 10-21 ദിവസം കിടന്നു. ഈ സമയങ്ങളിൽ ഇവൻ്റെ കൂട്ടുകാരായ ചെറുപ്പക്കാർ ഞങ്ങളെല്ലാം കൂടി പോയി ആശുപത്രിയിൽ ചെന്ന് ഇവൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച്, ഞങ്ങളെല്ലാവരും നെറ്റി കുരിശ് വരയ്ക്കും. യുവാക്കന്മാരെല്ലാം കൂടെ വന്ന് നെറ്റി കുരിശ് വരച്ച് യേശു നാമത്തിൽ സൗഖ്യപ്പെടുത്തുകയെന്ന് പറയും. 21 ദിവസം കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നാക്കി അഡ്മിറ്റാക്കി. ഇതെല്ലാം കഴിഞ്ഞ് എന്ത് സംഭവിച്ചെന്നറിയാമോ? വീട്ടിൽ വന്ന് ട്രാക്ഷൻ ഇട്ട് കിടക്കുമ്പോൾ ഇതേപോലെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോയി. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു 10-21 ദിവസം കഴിഞ്ഞ് ഏതാണ്ട് ഒരു 1.5 മാസമായപ്പോഴത്തേക്കും ഇവൻ ഈ ട്രാക്ഷൻ ഇട്ടിട്ട് ഇവന് വേദനയൊന്നുമില്ലെന്ന് ഇവൻ പറയുന്നത്. നടുവിൻ്റെ വേദന പോയി. അങ്ങനെ ഇവന് പിന്നെ ഏറ്റ് നിൽക്കാൻ തുടങ്ങി, നടക്കാൻ തുടങ്ങി, പെരയ്ക്കകത്തൂടെ നടക്കാൻ തുടങ്ങി. ഓയിൽമെൻറ്റൊക്കെ ഇട്ട് പൂശും വേദന പോകാൻ വേണ്ടി. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇവൻ പതുക്കെ പള്ളിയിലേക്ക് 1 കിലോമീറ്റർ ഉണ്ട്, പള്ളിയിലേക്ക് നടന്നു വരാൻ തുടങ്ങി. 1 മാസത്തോടെ കഴിഞ്ഞപ്പോൾ ഇവൻ നല്ല വേദനയെല്ലാം മാറി സൗഖ്യം കിട്ടിയപ്പോൾ ഇവൻ നല്ല സുഖം തോന്നി. ഇവൻ സ്കൂട്ടി ഓടിക്കാൻ തുടങ്ങി. വീണ്ടും 1 മാസം കഴിഞ്ഞപ്പോൾ ഇവൻ കാർ ഓടിക്കാൻ തുടങ്ങി. 4-ാമത്തെ മാസം പള്ളിമുറ്റത്ത് വന്ന് ഷട്ടിൽ കളിക്കാൻ വരാൻ തുടങ്ങി. അപ്പോഴത്തേക്കും ചെന്നൈയിൽ നിന്ന് അവരുടെ കമ്പനിക്കാർ എറണാകുളത്തേക്ക് മാറ്റി. അവന് പരിപൂർണമായി സൗഖ്യം കിട്ടി. ഇത് ഇത്ര ഒരു അത്ഭുതകരമായൊരു സൗഖ്യം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ എന്നോട് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാമോ? ചേട്ടൻ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് തെറ്റിപ്പോയി, അതുകൊണ്ട് അച്ഛൻ എൻ്റെ വീട് വന്നൊന്ന് വെഞ്ചരിച്ച് തരണമെന്ന് പറഞ്ഞു. എൻ്റെ വീട് അച്ഛൻ വെഞ്ചരിച്ച് തരണം. എന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടൻ ഒരു കാര്യം, ഞാൻ വീട് വെഞ്ചരിക്കാം, നമുക്ക് ഒരാഴ്ച പ്രാർത്ഥിച്ചിട്ടായിക്കോട്ടെന്ന് പറഞ്ഞു. ഒരാഴ്ച പ്രാർത്ഥിച്ച് ചേട്ടൻ നല്ല ഉപവാസമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് പോലും കാണിയല്ല പുള്ളി ഉപവാസം എന്നുള്ള വാക്ക്. ഉപവാസം എടുപ്പിച്ചു.
കൊന്ത ചെല്ലിച്ചു, പള്ളി വരാൻ പറഞ്ഞു. ഒരാഴ്ച വന്ന് സ്ഥിരമായിട്ട് പള്ളി വരാൻ പറഞ്ഞു. അങ്ങനെ പള്ളി വന്നു, പ്രാർത്ഥിച്ചു, കുമ്പസാരിക്കാൻ പറഞ്ഞ് വേറെ സ്ഥലത്ത് പറഞ്ഞു വിട്ടു, നിത്യാനന്ദ ചാപ്പലിൽ പറഞ്ഞു വിട്ടു. അങ്ങനെ കുമ്പസാരിച്ച് വന്ന് വീടെല്ലാം വെഞ്ചരിച്ചു. അതോടുകൂടി ഈ ചേട്ടൻ പിന്നെ നിരന്തരം കുർബാനയിൽ വരുന്നൊരു വ്യക്തിയായി മാറി. ഡെയിലി മാസിന് വരാൻ തുടങ്ങി. ആദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷയിൽ 200-300 പേര് വരുന്നവർക്ക് കഞ്ഞി വെക്കുന്ന ശുശ്രൂഷ പുള്ളിയുടെ നേതൃത്വത്തിലായി. അതുമാത്രമല്ല, ഇടവകയിൽ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും, വർഷത്തിൽ 5-6 ഫംഗ്ഷൻ കാണും, ഭക്ഷണം കൊടുക്കുന്ന ഫംഗ്ഷൻ എന്തുണ്ടെങ്കിലും ഭക്ഷണം കൊടുക്കും. 800 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അതിൻ്റെ നേതൃത്വം ഈ ചേട്ടൻ വഹിക്കാൻ തുടങ്ങി. എന്നാലും കുടിയൊന്നും അങ്ങനെ പുള്ളി കുടിക്കുന്നില്ലെന്ന് പറഞ്ഞാലും പുള്ളി ഇടയ്ക്ക് ഇങ്ങനെ സേവിക്കും. എന്ന് പറഞ്ഞാൽ പണ്ട് അത്ര കുടിച്ച് അങ്ങനെ ഒരു വിഷയമായി. അങ്ങനെ ഏതാണ്ട് ഒരു 6-7 മാസം കഴിഞ്ഞ് പള്ളി വരാൻ തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ലിവർ സോഴ്സസ് വന്നു, പെട്ടെന്നായി ലിവർ ക്യാൻസറായി. അങ്ങനെ പുള്ളി മരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ സഹോദരൻ്റെ ജീവിതത്തിൽ ദൈവമില്ല, കൂദാശയില്ല, അങ്ങനെ ഒരു കാര്യമില്ലാതിരുന്ന ഈ സഹോദരൻ്റെ ജീവിതത്തിൽ സന്തോഷത്തോടെ ഇദ്ദേഹത്തിന് മരിക്കാനായിട്ട് സാധിച്ചു. ദൈവത്തെ കണ്ട് നിത്യമായ ഒരു ജീവിതം യേശുവിലൂടെ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് മരിക്കാനായിട്ട്, സന്തോഷത്തോടെ മരിക്കാൻ ഈ സഹോദരനെ കർത്താവ് ഇടയാക്കി. പറഞ്ഞേ ഹല്ലേലൂയ. വലതിന് വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവർ, നമ്മൾ ഇന്ന് തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നിത്യമായ ഒരു ജീവിതം ഉണ്ട്. നമുക്ക് നിത്യമായ ഒരു ജീവിതം ഉണ്ട് എന്ന് നമ്മൾ ഇന്ന് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം, മർക്കോസിൻ്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 36-37 തിരുവചനങ്ങളിൽ വചനം പഠിപ്പിക്കാൻ, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അതുകൊണ്ട് അവന് എന്ത് പ്രയോജനം? മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? ലോകം മുഴുവൻ നേടിയാലും ദൈവത്തിൻ്റെ വചനം പറയുക. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇതെല്ലാം ഇട്ടെറിഞ്ഞു പോകേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ്റെ ആർത്തി തീരുവോ? അയലോകക്കാരനെ പിടിച്ചു പറിക്കുന്നത് അതുകൊണ്ട് വേണ്ടെന്ന് വെക്കുവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവർ, നമ്മൾ ഇന്ന് തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ കൊണ്ട് അവസാനിക്കുന്നൊരു ജീവിതമല്ല നമുക്കുള്ളത്. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ തിരുഹിതത്തിലേക്ക് വരുമ്പോൾ ദൈവവചനം പറയുകയാണ്, അല്പകാലം മുമ്പ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവനും അല്പകാലം കഴിയുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടവനാണ് മനുഷ്യൻ. അല്പകാലം മുമ്പ് മണ്ണുകൊണ്ട് സൃഷ്ടിച്ചവൻ, എന്നിട്ട് വചനം പറയുകയാണ്, അല്പകാലം കഴിയുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ഈ ആത്മാവിനെ തിരിച്ചേൽപ്പിച്ച്, ദാതാവിനെ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടവനാ മനുഷ്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളൊരു, ഇതാണ് മനുഷ്യൻ്റെ സാഹചര്യം. വചനം പറയുന്നതാ, അല്പം മുൻപ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവനും അല്പകാലം കഴിയുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെടുമ്പോൾ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടവനാണ് മനുഷ്യൻ. അതുകൊണ്ട് ഇവിടെ എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും ശരി, എന്തെല്ലാം പ്രതാപം ഉണ്ടെങ്കിലും ശരി, ഈ പ്രതാപം ഒന്നും നിലനിൽക്കില്ല. ആത്മാവിനെ തിരിച്ചേൽപ്പിച്ച് മണ്ണിലേക്ക് പോകേണ്ടവനാണ് മനുഷ്യൻ. അതുകൊണ്ട് വീണ്ടും വചനം പറയുന്നത് ഇങ്ങനെയാണ്, തനിക്ക് മരണമുണ്ടെന്നോ തൻ്റെ ജീവിതം ക്രിസ്തുവെന്നോ അവൻ ചിന്തിക്കുന്നില്ല. എന്നാൽ അവൻ സ്വർണം, വെള്ളി എന്നിവയിൽ പണിയുന്നവരോട് മത്സരിക്കുകയും ചെമ്പുപണിക്കാരെ അനുകരിക്കുന്നു, വ്യാജ ദൈവങ്ങളെ ഉണ്ടാക്കുന്നതിൽ അഭിമാനിക്കുന്നു. വചനം തുടർന്ന് പറയുകയാണ്, അവൻ്റെ ഹൃദയം ചാമ്പലും പ്രത്യാശ കുപ്പയേക്കാൾ വില കുറഞ്ഞതും ജീവിതം കളിമണ്ണിനേക്കാൾ നിസാരവുമാണ്. എന്നിട്ട് വചനം പറയുകയാണ്, തന്നെ സൃഷ്ടിക്കുകയും പ്രവർത്തനനിരതമായ ആത്മാവിനാൽ പ്രചോദിപ്പിക്കുകയും ജീവചൈതന്യത്തെ തന്നിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്ത ദൈവത്തെ അറിയാൻ അവൻ വിസമ്മതിക്കുന്നു. സ്നേഹമുള്ളവർ, നമ്മിലേക്ക് ആത്മാവിനെ നിവേശിപ്പിച്ചൊരു ദൈവമുണ്ട്.
ഈ ദൈവത്തെ അറിയുന്നതിൽ അവൻ വിസമ്മതിക്കുന്നു. ഈ ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവനുണ്ട്. നിത്യജീവൻ തരുന്ന ഒരു ദൈവമുണ്ട് നമുക്ക്. അതുകൊണ്ട് ഇവിടം കൊണ്ട് അവസാനിക്കുന്നൊരു ജീവിതമല്ല. വീണ്ടും വചനത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, വായ്പ വാങ്ങിയ ചൈതന്യം മാത്രമുള്ള മനുഷ്യൻ. ജ്ഞാനം 15:16 പറയുക, വായ്പ വാങ്ങിയ ചൈതന്യം മാത്രമുള്ള ഒരു മനുഷ്യൻ. പറഞ്ഞേ ഹല്ലേലൂയാ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാ. പേടിയാവുന്നുണ്ടോ? പേടിയാവുന്നുണ്ടോ? ഇതൊരു യാഥാർത്ഥ്യമാണ്. ഈ സൗന്ദര്യമൊക്കെ പോവും. വെച്ച് കഴിഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞു, ഒരു സംശയമൊന്നും വേണ്ട, പിന്നെ അടുക്കില്ല. മരിച്ചു കഴിഞ്ഞാൽ, ഇപ്പം മരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, അന്തോണി ചേട്ടൻ, എല്ലാവരും വിളിക്കും അന്തോണി ചേട്ടൻ എന്ന് പറയും. മരിച്ചു കഴിഞ്ഞാൽ പറയും ശവം. അന്തോണി ചേട്ടനൊക്കെ മാറി പറയും ശവം എപ്പോഴാണ് അടക്കുന്നത്. ഇനി മരിക്കാൻ വല്ലൊരു കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും? ബന്ധുക്കാരെയും വീട്ടുകാരെയും നാട്ടുകാരെയും അറിയിക്കേണ്ടവരെ മുഴുവൻ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുക, ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി അടക്കാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് സത്യമല്ല. ഇത് മരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, മേരിച്ചേച്ചി അല്ല, ശവമാണ്. അപ്പം ചോദിക്കും ഭർത്താവ്, പ്രിയപ്പെട്ട ഭർത്താവ് ചോദിക്കും, വരുന്നവർ മുഴുവൻ ചോദിക്കും, മക്കൾ ചോദിക്കും, എപ്പോഴാണ് ശവടക്ക് നടത്തേണ്ടതെന്നാണ് ചോദിക്കുന്നത്. പള്ളിയിൽ അച്ഛനെ കണ്ടോ? അച്ഛനെ വിളിച്ചോ? അച്ഛൻ പള്ളിയിലില്ല. ഇനി എന്ത് ചെയ്യും? ശവടക്ക് എപ്പം നടക്കുമെന്നാണ് പറയുന്നത്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ അഹങ്കാരം കുറയുന്നുണ്ടോ? അഹങ്കാരം കുറയുന്നുണ്ടോ? വിദ്വേഷം കുറയുന്നുണ്ടോ? വാശി കുറയുന്നുണ്ടോ? വാശിയും വിദ്വേഷവും ഒന്നും നമ്മൾ കുറയ്ക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമല്ല. നമുക്ക് പല കാര്യങ്ങളിലും തെറ്റുപറ്റുക. അതിന് കാരണം എന്താണെന്ന് ദൈവവചനം പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ തിരുലിഖിതത്തിൽ നമുക്ക് തെറ്റുപറ്റുന്നത് എന്തുകൊണ്ടാണ്? നിത്യതയെക്കുറിച്ച്, നിത്യജീവനെക്കുറിച്ച് നമുക്ക് തെറ്റുപറ്റുന്നതും ബോധ്യമില്ലാത്തതിന് കാരണം ഈ വചനം പറയുകയാണ്. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുപറ്റുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ദൈവത്തിൻ്റെ ശക്തി, വിശുദ്ധ ലിഖിതങ്ങൾ, ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയണം. വചനമാവുന്ന ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയണം. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ 16-ാമത്തെ തിരുലിഖിതത്തിൽ അതുകൊണ്ട് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന ഇങ്ങനെയല്ലേ, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ തക്കവിധം ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതിരിക്കാൻ, നിത്യജീവൻ പ്രാപിക്കാൻ. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് ഇന്ന് തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളുടെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ നശ്വരതയെക്കുറിച്ച് വീണ്ടും വചനം പറയുന്നത് ഇങ്ങനെയാണ്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 14-17 മുതലുള്ള വചനത്തിൽ, ജീവനുള്ളതെല്ലാം വസ്ത്രം പോലെ ജീർണിക്കും, നീ മരിക്കണമെന്നാണ് ആദിയിലുള്ള നിയമം. തഴച്ചു വളരുന്ന വൃക്ഷത്തിൽ കൊഴിയുകയും വീണ്ടും തളിർക്കുകയും ചെയ്യുന്ന ഇലകൾ പോലെയാണ് മനുഷ്യൻ്റെ തലമുറകൾ. അതുകൊണ്ടല്ലേ ഇങ്ങനെ പാടിയിരിക്കുന്ന, ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം. മരണവും ഇല്ലാത്ത ദിവസമുണ്ടോ? ജനനമില്ലാത്ത ദിവസമുണ്ടോ? ഇതൊന്നുമില്ല. വചനം പറയുകയാണ്, ജീവനുള്ളതെല്ലാം വസ്ത്രം പോലെ ജീർണിക്കും, നീ മരിക്കണമെന്നാണ് ആദിയിലുള്ള നിയമം. തഴച്ചു വളരുന്ന വൃക്ഷത്തിൽ കൊഴിയുകയും വീണ്ടും തളിർക്കുകയും ചെയ്യുന്ന ഇലകൾ പോലെയാണ് മനുഷ്യൻ്റെ തലമുറകൾ. ഒരുവൻ മരിക്കുന്നു, മറ്റൊരുവൻ ജനിക്കുന്നു. ഉൽപ്പന്നങ്ങൾ ജീർണിച്ചില്ലാതാകും, അവയുണ്ടാക്കിയ മനുഷ്യരും. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനത്തിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയണം. ദൈവത്തെ തിരിച്ചറിയണം. വിശുദ്ധ ലിഖിതങ്ങളുടെ ശക്തി നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയണം. ഇത് തിരിച്ചറിയാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിരാശ മാത്രമുണ്ടാകും. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി,
യേശുവേ ആരാധന. ദൈവവചനത്തിൽ വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ദൈവത്തെ തിരിച്ചറിയുന്നില്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം. ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള അറിവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വചനം പറയുന്ന ഇങ്ങനെയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 14-ാമത്തെ അധ്യായം 22 മുതൽ വചനത്തിൽ ഇങ്ങനെ വചനം പഠിപ്പിക്കുകയാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന് മാത്രമല്ല, സംഘർഷത്തിൽ ജീവിക്കുന്ന അവർ ആ വലിയ തിന്മകളെ സമാധാനം എന്ന് വിളിക്കും. എന്ന് പറഞ്ഞാൽ തിന്മയായ ദൈവത്തെ അറിയാത്ത വ്യക്തി തിന്മയിൽ ജീവിച്ചാൽ, അശുദ്ധിയിൽ ജീവിച്ചാൽ, വ്യഭിചാരത്തിൽ ജീവിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക തിന്മയിൽ ജീവിച്ചാൽ അവൻ അതിൽ സമാധാനം കണ്ടെത്തും. കാരണം ദൈവമില്ല, ദൈവത്തെക്കുറിച്ച് അറിവില്ല, നിത്യജീവിതത്തെക്കുറിച്ച് അറിവില്ല. അപ്പോൾ അവൻ ആയിരിക്കുന്ന അതേ അവസ്ഥയിൽ അവൻ സമാധാനം കണ്ടെത്തും, അതിൽ ജീവിക്കും, അതിൽ മുഴുകും. അതുകൊണ്ടാണല്ലോ വെളിപാടിൻ്റെ പുസ്തകത്തിൽ 22-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ തിലകിതത്തിൽ ദൈവത്തിന് വചനം പറയുന്ന ഇങ്ങനെയാണല്ലോ, നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ. വചനം ഇങ്ങനെ പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്, അനീതി ചെയ്തിരുന്നവർ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ, പാപക്കറ പുരണ്ടവർ അങ്ങനെ തന്നെ കഴിഞ്ഞുകൊള്ളട്ടെ, നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടട്ടെ. ദൈവത്തെ അറിയാത്ത വ്യക്തികളുണ്ട്, ദൈവത്തിന് ശക്തി അറിയാത്ത വ്യക്തികൾ. അനീതി ചെയ്യുന്നവർ അനീതി കൊണ്ട് തന്നെ നടക്കട്ടെ. വചനം പറയുക, പാപക്കറ പുരണ്ടവർ അങ്ങനെ തന്നെ ആയിരിക്കൊള്ളട്ടെ. എന്നാൽ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, ഒരു ദൈവ പൈതലിനെ വിളിച്ചിരിക്കുന്നത് അങ്ങനെ ആയിരിക്കാൻ അല്ല. വചനം പറയുന്നത് ഇങ്ങനെയാണ്, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കപ്പെടണം, നീതിമാൻ ഇനിയും നീതി പ്രവർത്തിക്കണം. കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വിശുദ്ധമായ ഒരു ജീവിതം, നീതിപൂർവമായ ഒരു ജീവിതം. അങ്ങനെയുള്ളൊരു ജീവിതത്തിലേക്ക് നമ്മൾ എത്തിപ്പെടുമ്പോഴാണ് നിത്യജീവിതം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്നിട്ട് വചനം പറയുക, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ അവർക്ക് തെറ്റുപറ്റി. അങ്ങനെ തെറ്റുപറ്റുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ജ്ഞാനത്തിൻ്റെ പുസ്തകം 14-24 മുതലുള്ള വചനത്തിൽ ഇങ്ങനെ വചനം പഠിപ്പിക്കുകയാണ്. തങ്ങളുടെ ജീവിതമോ, ദൈവത്തെക്കുറിച്ചുള്ള അറിവിൽ തെറ്റുപറ്റുന്നവർ, അറിവിൽ കുറവുള്ളവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ, തങ്ങളുടെ ജീവിതമോ വിവാഹമോ പാവനമായി അവർ സൂക്ഷിക്കുന്നില്ല. പകരം അവർ പരസ്പരം ചതിയിൽ വധിക്കുകയോ വ്യഭിചാരത്താൽ ദുഃഖിപ്പിക്കുകയോ ചെയ്യും. അപ്പോൾ ഒരുവൻ്റെ വിവാഹ ജീവിതത്തെ പരിശുദ്ധമായി അവൻ കാത്തു സൂക്ഷിക്കണമെങ്കിൽ ദൈവത്തെ അറിയണം, വിശുദ്ധ ലിഖിതങ്ങൾ അറിയണം, സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത കൊണ്ട് അവൻ നിറയണം. പറഞ്ഞേ ഹല്ലേലൂയ.